എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അഗ്രോ ഷെയ്ഡ് നെറ്റ് എന്ന പ്രോഡക്റ്റിനെ കുറിച്ചാണ്. കൃഷി ആവശ്യങ്ങൾക്കായാണ് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതെങ്കിലും മറ്റു പലതരത്തിലുള്ള ഉപയോഗങ്ങളും ഷെയ്ഡ് നെറ്റുകൾക്കുണ്ട്. ഷെയ്ഡ് നെറ്റിന്റെ നിർമ്മാണത്തിനായി HDPE ഗ്രാന്യൂൾസ്, കളേഴ്സ് നൽകുന്ന മാസ്റ്റർ ബാച്ച്, അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്നും സംരക്ഷിക്കുന്ന UV അഡിറ്റീവ്സ് എന്നിവ ഒരുമിച്ച് ചേർത്ത ശേഷം അവ ഉരുക്കുന്നു. പിന്നീട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ റോളുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. പിന്നീട് ഈ റോളുകളെ വീവിംഗ് മെഷീനിലൂടെ കടത്തിവിടുകയും പ്രത്യേകം ഇഴകളാക്കി അവയെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്യുന്നു. ഷെയ്ഡ് നെറ്റിന്റെ കളറിനെ കുറിച്ച് പറയുമ്പോൾ ഗ്രീൻ ആണ് കൂടുതലായി കാണുന്നതെങ്കിലും മറ്റുള്ള കളർ കോമ്പിനേഷനുകളും നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചു വരുന്നു. 35%, 50%, 75%, 90% എന്നിങ്ങനെയാണ് ഷെയ്ഡ് നെറ്റിന്റെ ഷെയ്ഡിംഗ് പെർസെൻറ്റേജുകൾ കണ്ടുവരുന്നത്. അതായത് 90% ഷെയ്ഡ് നെറ്റുകൾ 10% ലൈറ്റാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. അത് 35%ലേക്ക് വരുമ്പോൾ 65% ലൈറ്റാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. ഷെയ്ഡ് നെറ്റുകൾ 1, 1.5, 2, 3, 4, 5, 6 മീറ്റർ വീതിയിൽ നിർമ്മിക്കപ്പെടുമ്പോൾ അവയുടെ നീളം 50 മീറ്ററോ 100 മീറ്ററോ ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. നിർമ്മാണത്തിന് ശേഷം അവ റോളുകളായോ ബണ്ടിലുകളായോ ആണ് പാക്ക് ചെയ്യപ്പെടുന്നത്. ഉപയോഗിക്കുന്ന ടെക്നോളജി അനുസരിച്ച് 6 ഗേജ്, 9 ഗേജ്, 12 ഗേജ് എന്നീ രീതികളിലാണ് ഷെയ്ഡ് നെറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിൽ 6 ഗേജ് എന്നത് ഷെയ്ഡ് നെറ്റിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നിർമ്മാണ പ്രക്രിയയാണ്. പിന്നീട് 9 ഗേജ് വരികയും അവ കാഴ്ചയ്ക്ക് ആകർഷകമായതുകൊണ്ട് തന്നെ വിപണി കൈയെടുക്കുകയും ചെയ്തു. പിന്നീട് വന്ന 12 ഗേജ് കാഴ്ചയിൽ 9 ഗേജിനേക്കാൾ വലിയ വ്യത്യാസമില്ലാത്തതിനാലും വെയിറ്റ് വളരെ കൂടി വരുന്നതിനാലും മാർക്കറ്റിൽ അത്ര കണ്ട് പ്രാതിനിധ്യം നേടിയില്ല. ഷെയ്ഡ് നെറ്റിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് RP, സെമി വെർജിൻ, വെർജിൻ എന്നീ ക്വാളിറ്റികളിൽ ഷെയ്ഡ് നെറ്റുകൾ അവൈലബിൾ ആണ്. ഷെയ്ഡ് നെറ്റുകളിൽ വലിച്ചു കെട്ടുന്നതിനായി വശങ്ങളിൽ ഓരോ മീറ്റർ ഇടവിട്ട് ഐലറ്റ് ഘടിപ്പിക്കാറുണ്ടെങ്കിലും ഐലറ്റ് ഇല്ലാതെയും ഷെയ്ഡ് നെറ്റുകൾ ലഭ്യമാണ്. ഉൽപാദകരും മൊത്തവിതരണക്കാരും ഷെയ്ഡ് നെറ്റ് കിലോ വിലയിൽ വിൽക്കുമ്പോൾ ചില്ലറ വിതരണത്തിലേക്ക് വരുമ്പോൾ ഉപഭോക്താക്കൾക്ക് ഷെയ്ഡ് നെറ്റ് ലഭ്യമാവുന്നത് മീറ്റർ വിലയിലാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഡ് നെറ്റിനെ കിലോ വിലയിൽ നിന്നും മീറ്റർ വിലയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. 20 കിലോ തൂക്കം വരുന്ന 3 മീറ്റർ 90% ഷെയ്ഡ് നെറ്റിന് 1 കിലോയ്ക്ക് 210 രൂപയാണ് വിലയെങ്കിൽ അതിനെ മീറ്റർ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ ആദ്യം അതിൻ്റെ വിലയായ 210 കൊണ്ട് തൂക്കമായ 20 കൊണ്ട് ഗുണിക്കുകയും അതിൻ്റെ നീളമായ 50 കൊണ്ട് ഹരിക്കുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് അതിൻ്റെ മീറ്റർ വില. മറ്റൊരു ഉദാഹരണത്തിലൂടെ ഈ കാൽക്കുലേഷൻ കുറച്ചുകൂടി വ്യക്തമാക്കാം. 3 മീറ്റർ 50% ഷെയ്ഡ് നെറ്റിൻ്റെ തൂക്കമായ 8.5 kg കൊണ്ട് അതിൻ്റെ വിലയായ 195 രൂപ മൾട്ടിപ്പിൾ ചെയ്ത് അതിനെ 50 കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ മീറ്റർ വിലയായ 33 രൂപ ലഭിക്കുന്നു. ഇനി പറയുന്നത് ഷെയ്ഡ് നെറ്റിൻ്റെ പെർ kg റണ്ണേജ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. അതായത് 1 കിലോ ഷെയ്ഡ് നെറ്റിൽ നിന്നും എത്ര മീറ്റർ ലഭിക്കും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് 3 മീറ്റർ 90% ഷെയ്ഡ് നെറ്റ് എടുത്താൽ അതിൻ്റെ നീളമായ 50 മീറ്ററിനെ അതിൻ്റെ തൂക്കമായ 20 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന 2.5 മീറ്ററാണ് അതിൻ്റെ പെർ kg റണ്ണേജ് മീറ്റർ. മറ്റൊരു ഉദാഹരണം നോക്കാം. 3 മീറ്റർ 50% ഷെയ്ഡ് നെറ്റ് എടുത്താൽ അതിൻ്റെ ടോട്ടൽ മീറ്ററായ 50നെ അതിൻ്റെ തൂക്കമായ 8.5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന 5.9 മീറ്ററാണ് അതിൻ്റെ പെർ kg റണ്ണേജ് മീറ്റർ. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഷെയ്ഡ് നെറ്റ് ബ്രാൻഡുകളെ കുറിച്ചാണ്. ഷാലിമാർ, സൺ, പ്രഗതി, ഡ്യൂറ, സൺകിരൺ എന്നിവയാണ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഏതാനും ബ്രാൻഡുകൾ. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത വിവരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.